2 ദിവസം കൊണ്ട് കക്കൂസ് സൂപ്പർ സ്റ്റാർ ആയി മാറിയ ജയസൂര്യയുടെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുന്നത്. 2 നടിമാർ വന്നിട്ടാണ് അവർക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ്. അതിൽ ഒരു നടി വന്നിട്ട് കൃത്യമായിട്ട് ജയസൂര്യയാണ് തന്നെ കയറി പിടിച്ചേ എന്ന് പറഞ്ഞു. വേറൊരു നടി പറഞ്ഞു, ആളുടെ പേര് ഞാൻ പറയില്ല, പക്ഷേ ക്ലൂകളും ഞാൻ ഭാരി വിതറും. ഏത് ഒരു സൂപ്പർ നടനാണ്, യങ് സൂപ്പർ സ്റ്റാറാണ്, ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ്, ഒരു പെൺകുട്ടിയുണ്ട്, ഇന്ന ഇയറിൽ നടന്ന ഇന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ലീഡുകൾ കൊടുത്ത് സോഷ്യൽ മീഡിയ ജയസൂര്യയിലേക്ക് എത്തുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ അടുത്തൊരു നടി വരുന്നു, ജയസൂര്യയാണ് കയറി പിടിച്ചതെന്ന് പറയുന്നു. അതോടുകൂടി ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ, കക്കു സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് ജയസൂര്യക്ക് കിട്ടുന്നു. ഇന്ന് കാര്യങ്ങൾ നേരെ തിരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ക്രെഡിബിലിറ്റി. ഞാനിവിടെ 2 ദിവസമായിട്ട് എൻ്റെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്നവർ അവരുടെ പാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പല ചാനലിൽ വന്ന് അവരനുഭവിച്ച കാര്യങ്ങൾ പറയുന്നതിൽ ഉള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യും, എപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. കാരണം മാറ്റിയും മറിച്ചും പറഞ്ഞാലോ, പറഞ്ഞ കാര്യം തിരുത്തി പറഞ്ഞാലോ എല്ലാം ക്രെഡിബിലിറ്റി പോകുന്നൊരവസ്ഥ. അങ്ങനെ ഈ വന്ന് മൊഴി പറഞ്ഞ 1-2 ആളുകളുടെ ക്രെഡിബിലിറ്റി പൊളിഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിബിലിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ, ജെനുവിനായിട്ട് ഞാൻ ഒരു വളരെ മോശമായ അവസ്ഥ, ഒരു സിറ്റുവേഷൻ എന്നെ വളരെ മോശമായിട്ട് ഒരു നടൻ ഉപയോഗിച്ചു എന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊരു ടെക്നീഷ്യൻ ഉപയോഗിച്ചു എന്നോ പറഞ്ഞൊരു നാളൊരു ഇര വന്നു കഴിഞ്ഞാൽ, അതൊരു റിയൽ ആയിട്ടാണെങ്കിൽ പോലും സൊസൈറ്റി അവരെ ചോദ്യം ചെയ്യും, ഈ സംശയത്തോടു കൂടി നോക്കും. അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് അത് പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും പറ്റണം, ഇല്ലെങ്കിൽ പറയാൻ വരരുത്. ഞാൻ വേറെ ആരെക്കുറിച്ചുമല്ല പറയുന്നത്. ജയസൂര്യ എന്ന പേരിലേക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ എത്തുന്നത് എങ്ങനെയാണ്? ഈ സോണിയ മൽഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഡി, ഇവർക്കൊരു സിനിമയുടെ സെറ്റിലുണ്ടായ അനുഭവം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് പിന്നിലൂടെ വന്ന് കൺസെൻ്റ് ഇല്ലാതെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് സോറി പറഞ്ഞു, അതിനുശേഷം നമ്പർ മേടിച്ച് വളരെ ഫ്രണ്ടായി. ലൈഫിൽ എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോഴും, പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഞാൻ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞാണ് ഇവർ ഈ ന്യൂസ് ചാനലിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കെട്ടിപ്പിടിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ, സിനിമേൻ്റെ പേരും ഡേറ്റ് ഇയറും ഇയാളുടെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞോടുകൂടി ജയസൂര്യയിലേക്ക് സോഷ്യൽ മീഡിയ ഓടുകയാണ്. അതിനുശേഷം ന്യൂസ് ചാനലുകൾ 1000 വട്ടം സോണിയ മൽഹാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ജയസൂര്യയെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ജയസൂര്യ അല്ലേ? ജയസൂര്യ ആണെങ്കിൽ നിങ്ങൾ പറയ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ മറ്റേ കല്യാണരാമൻ്റെ ഡയലോഗ് അടിച്ചിരുന്നത്. ഏത്? ഇവൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്താണ്, എന്നിട്ടാണ് ഇവൻ 100 വട്ടം ചോറിട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പം ഈ പരിപാടി കാണിക്കുന്നത്. അന്ന് ഇന്നസെൻ്റ് പറഞ്ഞൊരു ഡയലോഗില്ലേ, ആ സാധനമാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. 10000 വട്ടം ചാനലുകാർ ചോദിച്ചിട്ടുണ്ട് ഇവരോട്, ജയസൂര്യയിലേക്കാണോ പേര് പോകുന്നത്? ജയസൂര്യ ആണോ? അന്ന് പേര് പറയില്ല. പേര് പറഞ്ഞാൽ അയാളുടെ കുടുംബം ആത്മഹത്യ ചെയ്യും, ഭാര്യ പാവമാണ്, കുട്ടികൾ പാവമാണ്, എന്നാൽ ഞാൻ ക്ലൂ ഇട്ട് കൊടുക്കും. ആ പറയില്ല, ഞാൻ തുപ്പി കാണിച്ചു തരാം. ഈ ലെവൽ സാധനമാണ് ഇവർ കുറച്ച് ദിവസമായിട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ട്, പ്രതി ജയസൂര്യയല്ല, ആദ്യമായി പേര് പറഞ്ഞ് സോണിയ മൽഹാർ. എങ്ങനെ ഇരിക്കുന്നു? ജയസൂര്യ അല്ല. ഇതിനിടയിൽ കുറച്ച് പേര് എനിക്ക് സെൻഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ജയൻ ചേർത്തലയാണ്, ജയസൂര്യനെ കുറിച്ചല്ല, ജയൻ ചേർത്തലയെ കുറിച്ചിട്ട് ഈ ലേഡി വേറെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വേറെ ഇൻസിഡൻറ്റ്. ജയസൂര്യനെ കുറിച്ചിട്ട് ഈ ലേഡി ഇപ്പോൾ പറഞ്ഞ് ജയസൂര്യ അല്ല എന്നാണ് പറയുന്നത്. ആ നടൻ ജയസൂര്യ അല്ല. ടോയ്ലറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ കയറി പിടിച്ച നടൻ ജയസൂര്യ അല്ല എന്ന് വെളിപ്പെടുത്തി സോണിയ മൽഹാർ. ആദ്യം നമുക്ക് അതൊന്ന് കാണാം. അല്ല, അദ്ദേഹം അന്ന് സൂപ്പർ താരം തന്നെയാണ്, യങ്സ്റ്റേഴ്സിലൊരു സൂപ്പർ താരം തന്നെയാണ് അദ്ദേഹം. ആ രീതിയിൽ നമ്മളുടെ വിത്തൗട്ട് കൺസെൻറ്റ് കയറി ഹഗ് ചെയ്യാൻ ശ്രമിക്കുകയും അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റുകയും, അപ്പോൾ കരഞ്ഞപ്പോൾ ഓക്കെ ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ സാധനം അവിടെ കട്ട് ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു. പർട്ടിക്കുലർ സൂപ്പർ താരത്തിനോട് അതിനുശേഷം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് അയാൾ ഒത്തിരി ആളുകളെ സഹായിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അയാൾ അങ്ങനെ ഒരു വുമണൈസറാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. വേറൊരു അലിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് ആളുകൾ കോർണർ ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നും അല്ല. ഒരുപാട് ആളുകൾ
ആളുകളെ പ്രേക്ഷകർ പല രീതിയിൽ അതിനെ ഓരോ പേരുകൾ കണ്ടെത്തുന്നു. അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര്. കേട്ടിട്ടുണ്ടാകാം. 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ്, ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ജയസൂര്യ അല്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെയൊന്നല്ല. എനിക്ക് ഇതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. കാരണം എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതിയിൽ എനിക്ക് കേസില്ലല്ലോ, വെളിപ്പെടുത്തും. അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോൾ നമ്മളിങ്ങനെ ആരോപണമാണ്, അത് തെളിയിക്കണം, അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട്. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, പല താരങ്ങളുടെ പേരിൽ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ, ദുൽഖർ, ജയസൂര്യ അടക്കം പലരുടെയും പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നമ്മൾക്ക് ഇപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം പല ആളുകൾക്ക് പൊതുജനമാണ്, അവർ പല രീതിയിൽ അതിനെ അസംശയം കണ്ടെത്തും. നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിനകത്ത് ഞാനായിട്ടിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഇത് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഒന്നും ഭയക്കുന്നില്ല. എനിക്ക് എന്നെ തന്നെയാണ് ഭയം. ബിക്കോസ് എനിക്കൊരു ട്രോമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു വിധവയാണ്. ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡില്ല, മരണപ്പെട്ടു. എൻ്റെ കുഞ്ഞുങ്ങൾ, കുടുംബം, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ, ഇനി ഒരു തമിഴ് പടം വരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് മാനസിക വ്യതയിലൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഇതൊരു ആളുടെ പേര് പറഞ്ഞു, അയാളെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിർത്തി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകാൻ താല്പര്യമില്ലാത്ത, ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യമില്ലാതില്ല. കാരണം ചില വാക്കുകൾ ഞാൻ ചിലപ്പോൾ വിഡ്രോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എൻ്റെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നത് വരാം കള്ളം പറഞ്ഞ് ജീവിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അർഹതയില്ലാത്തത് സ്വന്തമാക്കരുതെന്ന് നുണ പറയരുതെന്ന്. അച്ഛൻ നുണ പറയരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സോണിയ മൽഹാർ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് കുറച്ച് മുമ്പ് പറയുന്നു, ഞാൻ പറഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ വിഡ്രോ ചെയ്യുന്നുണ്ട്, കുറച്ച് വാക്കുകൾ ഞാൻ വിഡ്രോ ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനർത്ഥം നിങ്ങൾ അവിടെ നുണ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്നല്ലേ? നിങ്ങൾ ആദ്യം ചാനലിൽ വന്ന സമയത്ത് എന്താണ് ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം, ഞാനിത് തുറന്നു പറയാൻ കാരണം ഇവിടെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, ആ നടി എടുത്ത സ്റ്റാൻഡ്, അതിനെ തുടർന്ന് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇത് ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ ആവണം. എന്നെ പോലുള്ളവർ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ട് ഇത് ഒരുപാട് പേര് ഇത് കണ്ട് ഇതിൽ എന്താ പറയാ അവർക്കൊരു ശക്തി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ തുറന്നു പറച്ചിൽ അവർക്കും കൂടി ഒരു പ്രചോദനമാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്ന് ആദ്യം ചാനലിൽ കയറി ഇരുന്നിട്ട് ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ യങ് സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ ജയസൂര്യ അല്ല നിങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ പറയുന്നത് വീണ്ടും എന്താ? ഞാൻ പറഞ്ഞത് കൊണ്ട് ഒരു കുടുംബ പ്രശ്നം പാടില്ല, എനിക്ക് ഇനിയും കരിയർ മുന്നോട്ട് പോകണം. ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ലേഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ പറയുന്നു എനിക്ക് സിനിമയിൽ മുന്നോട്ട് പോകണം, എനിക്കിനി തമിഴ് പ്രൊജക്ട് വരുന്നുണ്ട്, എനിക്കിനി ആ പ്രൊജക്ട് വരുന്നുണ്ട്, മറ്റേ പ്രൊജക്ട് വരുന്നുണ്ട്, അങ്ങനെ പ്രൊജക്റ്റുകൾ. ഇവിടെ ഓരോരുത്തരും അവരുടെ കരിയർ പേടിച്ചിട്ടാണ് വായ തുറക്കാതിരുന്നത് ഇത്രയും കാലം. ഇപ്പൊ അവരത് ചെയ്യുന്നില്ല. അവർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തും കരിയർ പേടിച്ചും മുന്നോട്ട് പോകേണ്ട, അവരനുഭവിച്ച പ്രശ്നങ്ങൾ അവർ ജെനുവിനായിട്ട് പലരും വന്ന് തുറന്നു പറയുന്നതിന്റെ കൂട്ടത്തിൽ ഉടായ്പ് കാണിക്കരുത്. വന്നിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ പേര് പറഞ്ഞിട്ട് പോകാനുള്ള ഗട്സ് കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് വരരുതായിരുന്നു. മനസ്സിലായി? ഇത് ഒരുമാതിരി നിങ്ങളുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടി നിങ്ങൾ വന്ന് നാട്ടുകാരുടെ മൂക്ക് മേടിച്ച് പോകുന്ന അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരാളെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള ഗട്സ് വേണ്ടിയിരുന്നു. ഞാൻ അന്നത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കട്ടെ. അപ്പം ഞാനിത് ഇപ്പം എന്തിനിത് പറയുന്നു എന്നുള്ളത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല ആളുകളും സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒന്നുമേ ഇല്ല, എല്ലാവരും പരിശുദ്ധ മാലാഖമാരാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ അല്ല എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ചിലപ്പോൾ നാളെ ഞാൻ മരിച്ചു പോകാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം ഇങ്ങനെയാണെങ്കിൽ. അപ്പം എന്ത് ഇതായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് നിന്നിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നാലും ഉപരി ഒരു മനുഷ്യനാണെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. പലരും നിശബ്ദത പാലിക്കുന്നില്ല. ഇതിപ്പോൾ അമ്മയിലുള്ള ആളുകളായ തന്നെ, അല്ലെങ്കിൽ ഒരുപാട് സിനിമാ സംഘടനകളുണ്ട്,
ഫെഫ്ക, മാക്ട, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫെഡറേഷനുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഉള്ള എത്ര പേരാണ് പ്രതികരിച്ച് കാണുന്നത്? ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനകത്ത് കുറേ ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുകയും അതിനെ ഇങ്ങനെ എന്താ പറയുക, അതിനെ പൊതിഞ്ഞു വെച്ചിട്ട് ഒരു ബൂസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെയാണ്. നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പം തന്നെ, അല്ലെങ്കിൽ ഒരാൾ വ്യക്തിപരമായിട്ട് ഇപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവരെ ഉപദ്രവിച്ച ആളുകളുടെ പേരടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ വന്നിട്ടൊരു കൈയടി നടഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ സോഷ്യൽ സർവീസിന് എനിക്ക് മീഡിയ അറ്റൻഷൻ തന്നിട്ടുണ്ട്, എല്ലാവരും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സിനിമ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ കുറേ അവാർഡ് പടങ്ങളും ആർട്ട് പടങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഒരു നടി എന്ന നിലയിൽ എന്നെ ആർക്കും അറിയത്തില്ല. ഞാൻ ഒതുക്കപ്പെട്ട ഒരാളാണ്. എനിക്കൊരു അവസരം പോലും എന്നെ വെച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ല ആൾക്കാർ എന്നെ ഓക്കെ അവർക്ക് ഒരു അവസരം കൊടുക്കാമെന്ന് വിളിച്ചിട്ട് അവരാരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അവരാരും എൻ്റെ അടുത്ത് വേറെ മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല. നമുക്ക് ഇഷ്ടമില്ലാതെ ആരും നമ്മുടെ ശരീരത്തിൽ തൊടില്ല. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കൂ. എനിക്കുണ്ടായ ദുരനുഭവം ഞാൻ വിളിച്ചു പറയുന്നു. ഇത് ഒരുപാട് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ. അവരനുഭവിച്ച പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ എൻ്റെ ഈ തുറന്നു പറച്ചിൽ എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചയിൽ വന്ന വ്യക്തിയാണ് ഈ സോണിയ മൽഹാർ അല്ലേ. ടുവേർഡ്സ് എൻഡ് ഈ വീഡിയോയിൽ അവരെന്താ പറയുന്നത്? ഇപ്പൊ കാണിച്ച ക്ലിപ്പിൽ ഞാൻ കുറേ സിനിമകൾ ചെയ്തൊരു വ്യക്തിയാണ്. ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് റെക്കഗ്നിഷൻ സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ തന്നു. പക്ഷെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ലേഡി മെജോറിറ്റി ആളുകളും കേരളത്തിൽ ഒരു 95-99% ആളുകളും നിങ്ങൾ ആരാന്ന് അറിയുന്നത് ഈ ഒരു പ്രശ്നം. നിങ്ങൾ ഈ പറഞ്ഞ ജയസൂര്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാത്റൂമിൽ കെട്ടിപ്പിടിച്ചു, ഇപ്പം നിങ്ങൾ മമ്മൂട്ടിയുടെ സിനിമയിൽ ഭാരം കുറച്ചു എന്ന് പറയുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചാനലിൽ വന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് മലയാളികൾ നിങ്ങൾ ആരാ എന്താന്നുള്ളത് മനസ്സിലാക്കിയത്. എനിക്കങ്ങനെ ഞാൻ മലയാളികളെ മൊത്തത്തിൽ പറയുന്നില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങൾ ആരാ എന്താന്നുള്ളൊരു കാര്യം മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങൾ ആര് എന്നുള്ളൊരു നമ്മളൊന്ന് നോക്കൂല്ലോ ഇവരാരാന്നുള്ളത്, അതൊക്കെ നോക്കിയത് ഇപ്പോഴാണ്. നിങ്ങളുടെ ആവശ്യം അതായിരുന്നു. ഒരു നടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടിയില്ല. ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയാം. അനുഭവിച്ചതായിരിക്കും, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഇവരനുഭവിച്ചത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയും മാറ്റിയും പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ, അതോ ഇനി വേറെ എന്തെങ്കിലും സെറ്റിൽമെൻ്റ് ആണോ, അതോ ഇവരിനി കരിയർ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള പേടി കൊണ്ടാണ്? ഇവർ നേരത്തെ ക്ലിപ്പ് പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ അന്വേഷണ കമ്മീഷൻ വന്നാലും എനിക്ക് കേസില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഓപ്ഷനാണ്, ഞാൻ പേര് പറയണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ പേര് പറയണോ വേണ്ടെന്നുള്ളത് എൻ്റെ ഓപ്ഷനാണ്. അത് തന്നെയാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ പ്രശ്നം. മനസ്സിലായോ? ഇതേ ജയസൂര്യയെക്കുറിച്ച് പേരടക്കം ജയസൂര്യ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞ നടി ഇന്നലെ പത്രസമ്മേളനം കൊടുത്ത സമയത്ത് മിന്നു മുനീർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതൊന്ന് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. തെളിവുകൾ, അതാണ് ചോദിക്കുന്നത്. തെളിവുകൾ എന്തെങ്കിലും കൈവശമുണ്ടോ? തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല. ഞാൻ വ്യക്തിമാണ്, ഞാൻ ഇരയായ. കണ്ടോ, ഞങ്ങൾ സ്ത്രീകൾ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്, അല്ലാതെ വേറെ തെളിവൊന്നുമില്ല. തെളിയിക്കേണ്ടത് ഞങ്ങൾ ആരെക്കുറിച്ച് ആരോപണം പറഞ്ഞോ അവരാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ജയസൂര്യ എന്ന് പറഞ്ഞ നടൻ, അയാൾക്കെതിരെ വന്ന ഈ അലിഗേഷൻസിന് രണ്ടുപേർക്കും എതിരെ കേസിന് പോകണം. കാരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു സിനിമ ഇറങ്ങി, നിങ്ങൾ കത്തനാർ എന്ന് പറഞ്ഞ വലിയൊരു പ്രൊജക്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ജയസൂര്യയുടെ കയ്യിൽ. നിങ്ങൾ നേരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ? കക്കു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയ്ക്ക് ഞങ്ങൾ പോണോടെ എന്നുള്ള ചോദ്യം വരും. എന്തിനാ അത് കേൾക്കേണ്ട ആവശ്യം? സ്ട്രോങ് ആയിട്ട് പോയി കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഇങ്ങനെ ഉൾട്ടടിച്ച് മലക്കം പറയുന്ന ഒരു കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ മുതൽ ഞാൻ ആക്ച്വലി എല്ലാവരും പറയുന്ന പോലെ തള്ളല്ല, ആക്ച്വലി ഈ ഒരു വൃത്തികെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടി എല്ലാ ചാനലുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അത് കാരണം ഞാൻ TV കണ്ടിട്ടില്ല, ആരോപണം ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ആക്ട്രസിനെ അറിയില്ല. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് അവർ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ എനിക്ക് ഇടവേള ബാബു മറ്റുള്ള ആളുകൾ ഇന്നും അവരെന്നെ എനിക്ക് അറിയാം. പക്ഷെ അവരാരും എന്നോട് ഒരുവരെയും മോശമായിട്ട് പെരുമാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഒരു ആരോപണം ആ സ്ത്രീ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടത് ജയസൂര്യ അടക്കമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അന്വേഷണം വേണം. പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിന് ഒരു കിടക്ക പങ്കിട്ടാലേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം അവിടെ ഫീസ് അടയ്ക്കണം, ഫീസ് അടച്ചാൽ 1.5 ലക്ഷം രൂപയോളം അവിടെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസിന് പകരം അത് ഒഴിവാക്കാനാണ് ഈ കിടക്ക പങ്കിടൽ എന്നുള്ളൊരു ഓപ്ഷൻ
അതാണ് ഓപ്ഷൻ എന്നാണ് അറിയുന്നത്. ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ്. ഈ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 3 സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് വിത്ത് ഡയറക്ടറുടെ ഇത് വെച്ചിട്ട് കിട്ടണം. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് എന്നെ കിട്ടേണ്ടതാണ്. പക്ഷേ പൈസ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും ക്യാൻസർ രോഗികളെ സഹായിക്കാൻ എടുക്കുന്നതുകൊണ്ട് എനിക്കിതുവരെ ആ പൈസ മാറ്റി വെച്ച് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ കിട്ടുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടവേള ബാബു ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ സോണിയാജി ഒരു കുഴപ്പമില്ല, സോണിയാജി പൈസ റെഡിയാകുമ്പോൾ പറഞ്ഞു ചെയ്യാം എന്നേ ഉള്ളൂ. അത് എൻ്റെ അടുത്ത് ഇവർ ഞാൻ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്നു, എനിക്ക് ആ റെസ്പെക്റ്റ് തരുന്നു. എന്നെ ഇതുവരെയും ഈ പറഞ്ഞ ആളെ ആ വ്യക്തി ഒരുപാട് എല്ലാവരും ഇടവേള ബാബു ചേട്ടനെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി ഹരാസ് ചെയ്യുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു അറിവും അയാൾ ആരെങ്കിലും പിടിപ്പിച്ചതായിട്ട് ഇതുവരെ ഇല്ല. ഇപ്പോൾ ആളുകൾ വരുന്നു, അതെനിക്കറിയില്ല, അത് അവരവർ പ്രൂവ് ചെയ്യണം. പിന്നെ എല്ലാ പെണ്ണുങ്ങളോടും പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയൊരു അവസരമായിട്ട് അത് മിസ്യൂസ് ചെയ്ത് ഇതാക്കരുത് എന്നുള്ളതാണ്. അതായത് ഈ ലേഡിയോടും എനിക്ക് പറയാനുള്ളത് ഇപ്പം കിട്ടിയ അവസരം മിസ്യൂസ് ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് ലേഡി തോന്നുന്നത്. സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഇപ്പം കാണിച്ച ക്ലിപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു അവർ പറഞ്ഞത് ഈ ഒരു വൃത്തികെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടി എന്നെ ചാനലുകൾ രാവിലെ മുതൽ വിളിക്കുന്നത് കൊണ്ട് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെയാണ് വന്ന് നിൽക്കുന്നത്. എന്ത് വൃത്തികെട്ട വിഷയം! നിങ്ങൾ അനുഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് കരഞ്ഞില്ലേ? മാതൃഭൂമി ചാനലിൽ ഇവർ കണ്ണീരും കയ്യുമായിട്ട് വന്നിരുന്ന് ഇവർ കരഞ്ഞു. ഈ കരഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു പൊതുജനം ആരെങ്കിലും അതിനടിയിൽ വന്ന് നിങ്ങളെ കളിയാക്കിയോ? ഇപ്പം എങ്ങനെ നിങ്ങൾക്കിത് വൃത്തികെട്ട വിഷയമായി? ഇതാ പറഞ്ഞ ഇവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത 1 2 പേര് മതി. ഇനി റിയലായിട്ട് അനുഭവിച്ച് വരുന്ന പലരും ഉണ്ടാവും. ആ വരുന്ന ആളുകൾക്ക് വോയിസ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് കളയും ഇവിടുത്തെ മീഡിയയും, ഇവിടുത്തെ സോഷ്യൽ മീഡിയ, ഇവിടുത്തെ പബ്ലിക്കും. കാരണം എന്താ? അവരുടെ മുന്നിൽ എക്സാമ്പിൾ ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ പറയും, പിന്നെ മാറ്റി പറയും, പിന്നെ ഇത് പറയും, പിന്നെ മാറ്റി പറയും, ഇങ്ങനെയുള്ള ആളുകളല്ലേ. അപ്പം പിന്നെ പബ്ലിക്കിനെ പറഞ്ഞിട്ടോ ചാനലുകളെ പറഞ്ഞിട്ടോ വലിയ കാര്യമുണ്ടോ? നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം. അല്ലാതെ നിങ്ങൾ സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സിനിമയിലുണ്ട്, എൻ്റെ ഫേസ് ഒന്നും കൂടി റെക്കഗ്നൈസ്ഡ് ആവണം എന്നുള്ള ചിന്തയിൽ വരുന്ന പലരും ഉണ്ട്. ആ കൂട്ടത്തിലായി പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ജെനുവിൻ കേസുകൾ മുങ്ങിപ്പോവും. ഇത് മറ്റൊരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിൽ കൂടി ഈ സംവിധാനങ്ങളൊക്കെ കുറച്ച് സൈലന്റ് ആയിട്ട് പോകുന്ന പോലെയൊക്കെ തോന്നിയത് കൊണ്ടും പിന്നെ ഹേമ കമ്മിറ്റി ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കുകയും അത് നിഷ്പക്ഷമായൊരു നിലപാടായിട്ട് മുന്നിലേക്ക് നമ്മളടുത്ത് വരും എന്നുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനി മരണപ്പെട്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, ഏത് സമയത്തും എന്ത് വേണോ സംഭവിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് തുറന്ന് പറയുക. ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇല്ല എന്ന് സമർത്ഥിച്ച് വരുന്ന കുട്ടികളൊക്കെ അവരുടെ വേറെ എന്തോ ആവശ്യങ്ങൾക്ക് അലിഗേഷൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. ചെറിയ ബുദ്ധിമുട്ടല്ല, വലിയ ബുദ്ധിമുട്ട് തോന്നി. കാരണം 10-12 വർഷമായിട്ട് നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രിക്കകത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പ്രൊഡക്ഷൻ ലെവൽ മുതൽ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഈ പറയുന്ന പേരുകാരിൽപ്പെട്ട ആളുകളെല്ലാം പീഡകരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം എനിക്ക് അവരുമായിട്ടൊക്കെ ഇപ്പോൾ ഈ അലിഗേഷനിൽ പെട്ട എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് സൗഹൃദത്തിൽ വന്നിട്ടുള്ളത്. അവരാരും എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്ത ആളുകളെ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ ആണോ എന്നുള്ളത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ വിലയിരുത്തേണ്ടതാണ്. പ്രോപ്പർ വെളുപ്പിക്കലല്ലേ ഇപ്പോൾ ഈ പറഞ്ഞത്? ഇപ്പം ഇത് രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പിലേക്ക് പോകുന്നു എന്ന് വരെ സംശയമുണ്ട് എന്ന് സ്വയം 1-2 പേരെ കുറിച്ചിട്ട് ആരോപണം ഉന്നയിച്ച ലേഡി തന്നെ വന്ന് പറയുകയാണ്. എന്ത് കഥയുടെ ഇതാണ് ഉൾട്ടടിക്കൽ. ഇനി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മളെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയ്ക്കിടയിൽ ഇവർ ദിലീപിനെ കുറിച്ചിട്ടൊരു പോസ്റ്റിനെ കുറിച്ച് അരുൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അരുൺ കുമാർ. അതൊന്ന് കാണും. സോണിയ മൽഹാർ, ഞാനൊരു ചിത്രം കാണിക്കാം. സോണിയ മൽഹാറിനെ ആ ദൃശ്യം പ്രേക്ഷകർക്ക് കൂടി കാണാം. കാരണം നിങ്ങളുടെ മൊഴികളിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ചിലർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഞാൻ സോണിയയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. സോണിയ, ദൃശ്യം പ്രേക്ഷകർക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. സോണിയ മൽഹാറും ദിലീപും കൂടി ഇരിക്കുന്ന ഒരു ദൃശ്യമാണ്. ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് താങ്കൾ ഇട്ടിരുന്നു അല്ലേ? അതെ. വിത്ത് യു ഡിയർ ബ്രദർ, ട്രൂത്ത് വിൽ വിൻ വിത്ത് പ്രേയേഴ്സ്. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാമത്തെ പ്രതിയായ ദിലീപിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ് സോണിയ മൽഹാർ?
അത് എനിക്ക് നേരിട്ട് അറിയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ സമയം വരെയും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ വേണ്ടി മാത്രം വിഡ്ഢിയാണെന്ന്. നമ്മളിപ്പം എന്ത് വൈരാഗ്യ ബുദ്ധി ആർക്കുണ്ടെങ്കിലും സ്വന്തം കരിയർ നശിപ്പിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ കത്തി നിൽക്കുന്ന സമയമാണല്ലോ ഈ സിനിമയിൽ. അപ്പോൾ ഇത്രയും അയാൾ കഷ്ടപ്പെട്ട ആൾ ഒരുപാട് ഡ്രോബാക്സ് മനുഷ്യന്മാർക്കുണ്ടാവും, അയാൾക്കും ഉണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന പ്രസ്തുത സാധനം നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണ്. അത് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് ഇത്രയും വലിയൊരു നടൻ, അത് എട്ടും പൊട്ടും തിരിയാത്തൊരു ഡ്രൈവറെ കൊണ്ടുപോയി ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് സ്വന്തം കരിയർ നശിപ്പിച്ച് സ്വന്തം പണവും പദവിയും നശിപ്പിച്ചിട്ട് അങ്ങനെ തട്ടിക്കളയണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനത്തെ വൃത്തിയോട് ചെയ്യണമെങ്കിലും ഒക്കെ ഇവരൊക്കെ എവിടെയെല്ലാം ഇവർ അന്തർദേശീയ യാത്രകൾ നടത്തുന്ന ആൾക്കാരാണ്. എവിടെ വെച്ചല്ല എന്തെല്ലാം ചെയ്യാം. ഒരു മനുഷ്യരും നമ്മൾ പോലും അറിയാത്ത രീതിയിൽ തെളിവാക്കുക. അത് കോടതിയിൽ എവിടെയെങ്കിലും പരാമർശം കൃത്യമായിട്ട് വന്ന് ഇദ്ദേഹം പ്രതിപട്ടികയിൽ ആരോപണ വിധേയമായി പലരും കൊടുത്തിരിക്കുന്ന അത് എനിക്കറിയില്ല. അതിന്റെ എവിഡൻസ് കോടതി കണ്ടെത്തേണ്ടത് നിഷ്പക്ഷമായി കോടതി വിധി അഥവാ ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു, അതിനോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം തന്നെ സമാനമായ നിലയിൽ പീഡനം അനുഭവിച്ച ഒരു നടിയോടൊപ്പം നിൽക്കേണ്ട ഒരു ബാധ്യത സോണിയയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? ഉറപ്പായിട്ടും ഞാൻ ആ കുട്ടിക്കൊപ്പം തന്നെയാണ്. അതിജീവിതയായിട്ടുള്ള അത് എനിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആ കുട്ടിയും. ഒരിക്കലും അവരെ ഒരു തരത്തിലും അവർക്കുണ്ടായ അപമാനത്തെ കുറച്ച് കാണുന്നില്ല. അതിനാരായാലും അവന് നന്നായിട്ട് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു വിധി വരാൻ പാടില്ല. വല്ലാത്ത നിലപാട് തന്നെ എന്ന് മനസ്സിലാക്കണം. കാരണം ഓക്കെ, ദിലീപ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ അവർക്ക് പേഴ്സണലി അറിയുന്നുണ്ടാവും. അപ്പുറത്തെ സൈഡിൽ ആർക്കാണോ അതിജീവത ഇവർക്ക് പേഴ്സണലി അറിയുന്നുണ്ടാവും. ഇവർ സ്വയം വളരെ മോശമായ സിറ്റുവേഷൻ സിനിമയിൽ നിന്ന് അനുഭവിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് വന്ന ഒരു ലേഡി കൂടിയാണ് ഈ സോണിയ മൽഹാർ. പക്ഷെ ഇവർ സ്റ്റിൽ പറയുന്നത് എന്താ, ഇവരേക്കാൾ അല്ലെങ്കിൽ എല്ലാം എന്താ പറയുക ഒരു ക്രൂരത തന്നെയാണ്. പക്ഷെ ഇവരേക്കാൾ ഫ്രീക്വൻസി കൂടിയ രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പിച്ചി ചീന്തലിൻ അത്രയും അനുഭവിച്ച അവരെ സപ്പോർട്ട് ചെയ്യാതെ നേരെ പോയിട്ട് പ്രതിപട്ടികയിലുള്ള ഒരു വ്യക്തിക്ക് ഞാൻ ഒപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിത്ത് യു ഡിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ ട്രൂത്ത് വിൽ വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ പോസ്റ്റിൽ അവർ കൃത്യമായി ഇട്ടിട്ടുള്ളത് അതാണ്. സോണിയ മൽഹാർ വിത്ത് യു ഡിയർ ബ്രദർ, ട്രൂത്ത് വിൽ വിൻ വിത്ത് പ്രയേഴ്സ്, പ്രാർത്ഥനയോടുകൂടി. അപ്പം സത്യം എന്താണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പം ഇവർ പൊതുജനത്തിൻ്റെ മുന്നിൽ നിന്ന് വന്ന് ചാനലിരുന്ന് കരയുന്നു, ഇവർക്ക് മോശം അനുഭവം ഉണ്ടായി, ഇവരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ കെട്ടിപ്പിടിച്ചു, വേറൊരാൾ വന്നിട്ട് ഇയാളോട് മോശമായി സംസാരിച്ചു, ഇവരോട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയും. ഇതൊക്കെ അവർ ചാനലിൽ വന്നിരുന്ന് പറയുന്നു. നാളെ ഇനി ആരെങ്കിലും ഇവർക്കെതിരെ ഒരു ചോദ്യം ഉന്നയിച്ചാൽ ഇവർ പറയും, അയ്യോ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളിൽ എന്നെ ഇവർ ചോദ്യം ചെയ്യുന്നു, സൊസൈറ്റി എന്നെ ചോദ്യം ചെയ്യുന്നു, സൊസൈറ്റി എന്നോട് വന്നിട്ട് നീ അനുഭവിച്ചത് എന്താ, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, മാറ്റി പറയുന്നത്, ചോദ്യം ചെയ്തു. കരയും ഇവർ വന്നിരുന്ന്, ഇനിയും കരയും. എന്ത് പറയും, സൊസൈറ്റി എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. നിങ്ങൾ ഈ ചെയ്തത് എന്താ, വളരെ മോശമായ രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു ആക്ട്രസിനെ കൊട്ടേഷൻ വണ്ടിയിൽ കയറ്റി ഇല്ലാതാക്കി. ആ കേസ് നിങ്ങളെ മുന്നിൽ വന്ന് ആ കേസിൽ പ്രതിപട്ടികയിലുള്ള ഒരാൾ, അത് പ്രതിയാണോ അല്ലേ എന്നുള്ളതൊക്കെ വേറെ, ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ പറയുന്നത് എന്താ, ട്രൂത്ത് വിൽ വിൻ. അപ്പോൾ എന്ത് ട്രൂത്താണ് നിങ്ങൾ അതിൽ കാണുന്നത്? അപ്പോൾ ആ ട്രൂത്ത് വിൽ വിൻ എന്നുള്ള ഒരൊറ്റ വാക്ക് നിങ്ങൾ എഴുതിയിട്ടേലുണ്ട്. എന്ത്, ഈ നടന്ന സംഭവം ഒന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവം നിങ്ങൾ പബ്ലിക്കിൽ വിളിച്ച് പറയുമ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളോട് ട്രൂത്ത് വിൽ വിൻ വിത്ത് ജയസൂര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ കരയും. എന്താണ് ഈ പറയുക, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം. അതായത് ഒരു കാര്യം വന്നിട്ട് അവിടെ പറയുന്നു, അത് സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കാൻ പറ്റണം. അല്ലാതെ ആദ്യം നടൻ്റെ പേര് പറയില്ല, വീണ്ടും വന്നിട്ട് ആ നടൻ്റെ പേരെടുക്കുന്നത് ആ നടനല്ല എന്ന് പറയാൻ, ആ അല്ല എന്ന് പറയുമ്പോഴും ആ നടനിലേക്ക് എത്താനുള്ള എല്ലാ ഫ്ലേവേഴ്സും ഇട്ട് കൊടുക്കുന്നു. ആദ്യം പറയുന്നു ഞാൻ ഈ ഇരയാക്കപ്പെട്ട ആളുകളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് വന്നിരുന്ന് സംസാരിക്കുന്നു, മോട്ടിവേഷൻ ആവണമെന്ന് പറയുന്നു. പിന്നെ പറയുന്നു എനിക്ക് എൻ്റെ സിനിമാ ജീവിതവും കാര്യങ്ങളും തമിഴ് സിനിമയും ഒക്കെ ഉണ്ട്, മുന്നോട്ട് പോകണം. അതിനിടയിൽ മറ്റേ
മമ്മൂക്കാൻ്റെ സിനിമയിൽ ഇവർക്ക് എന്തോ അഭിനയിക്കാനൊരു ചാൻസ് ആരോ കൊടുത്തിട്ട് ശരീരം വെട്ടിമുറിച്ചു എന്ന് പറയുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ന്യൂസ് 18 എന്ത് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കാനെ തമ്മനയിൽ ഇട്ടിട്ട് ഇവരിട്ട് വിട്ടിട്ടുണ്ട്. എന്തോ നടയത്. ഞാൻ പറഞ്ഞല്ലോ, ജെന്യുവിൻ കേസുകളുടെ ക്രെഡിബിലിറ്റി പോലും ഇല്ലാതാകുന്നത് ഇതുപോലുള്ള മാറ്റി മറിച്ചുള്ള പറച്ചിലുകളാണ്. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ജെന്യുവിനായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ വന്ന് പറഞ്ഞാലും നാളെ മീഡിയ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോകും. യഥാർത്ഥത്തിൽ പീഡകരും വഞ്ചകരും സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ യൂസ് ചെയ്യുന്നവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുക.